ഇന്നത്തെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ രാവിലെ കണ്ണമ്മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ചമ്മന്തിയും മെഴുക്കുവരട്ടിയും കൂട്ടി ഒരിച്ചിരി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 4 മണി കഴിഞ്ഞ് വല്ലതും കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറ് കഴിച്ചേട്ടോ. ഇന്ന് വഴുതനങ്ങാക്കറി ഉണ്ടായിരുന്നു. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. ഇനി ചേച്ചി ആരും വിഷമിക്കേണ്ട, ചേച്ചി ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരും കേട്ടോ. ആരും വിഷമിക്കില്ലേ. പിന്നെ ഇന്ന് നമ്മുടെ ഊണെല്ലാം തീർന്നു കേട്ടോ. ഊണെല്ലാം ഇന്ന് പാഴ്സലായിരുന്നു. കൂടുതൽ ഇരുന്ന് കഴിക്കാൻ ആൾക്കാർ 3 പേരേ ഉള്ളായിരുന്നു. അപ്പം കൂടുതലും പാഴ്സലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഊണ് തീർന്ന് കരിപ്പാത്രങ്ങളെല്ലാം കഴുകി പറക്കിയൊക്കെ വെച്ചു. ഇനി അടുക്കളയിലെ കുറച്ച് പാത്രങ്ങളും അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്. റിപ്ലൈ കിട്ടിയില്ല എന്നും പറഞ്ഞ് ആർക്കെങ്കിലുമൊക്കെ പിണക്കം ഉണ്ടോ എന്നോട്? ഉണ്ടെങ്കിൽ പറയണം. തീർച്ചയായിട്ടും ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ച് 2-3 ചൂരയായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്, സാദാ ചൂര. അപ്പോൾ അതിലൊരു 5-6 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ വേണ്ടി. ഞാനിപ്പം വറുത്ത മീൻ കഴിക്കത്തില്ല, ഞാനിപ്പം നല്ല കുട്ടിയായി. അപ്പോൾ അതുകൊണ്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കലക്കി അടുപ്പിൻ്റെ അകത്ത് വെച്ച് ഗ്യാസ് വെച്ച് തിളപ്പിച്ചിട്ട് ഞാൻ ഇറക്കി അടുപ്പിലോട്ട് വെച്ച്. ഇനി ഇവിടെ കിടന്ന് ചെറിയ തീയിൽ കണലിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ച് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പോയി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇനി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ കട്ടിലേൽ മറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുറികളെല്ലാം ഒന്ന് തൂത്തുവാരി കഴുകുകയൊക്കെ ചെയ്യണം. ഒരുപാട് പണി കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പണി കിടക്കുവാണ്. മുറിക്കകത്തെല്ലാം ഭയങ്കര ജോലി കിടക്കുകയാണ്. ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് പത്തനംതിട്ട പോകുന്ന വഴിക്ക് തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സുജ ചേച്ചിയും ചേച്ചിയുടെ ചേട്ടനും ചേച്ചിയുടെ കൊച്ചുമോനും കൂടി എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന് ഒരുപാട് സന്തോഷം. ചേച്ചി ഇവിടെ വന്നിട്ട് ചേച്ചി മക്കളെയും മരുമക്കളെയൊക്കെ എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. ചേച്ചി പറയും ചിലപ്പോൾ ഞാനിത് അവിടെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിച്ചില്ലെങ്കിലോ മോളെ കണ്ടെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് അവരെല്ലാവരെയും കാണിച്ചും കൊടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചിയെ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ചേച്ചിയോട് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇതുപോലെയുള്ള തിരക്കിലൊക്കെ ജൂൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇതാണ്, എനിക്കൊന്നും അധികം സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ്. അപ്പം ചേച്ചി ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.